കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണപ്രിയ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. തമിഴ്നാട്ടിലൊക്കെ അതിന് സുണ്ടൽ എന്നാണ് ഈ ഒരു റെസിപ്പിക്ക് പറയുന്നത്. സാധാരണ വിനായക ചതുർത്ഥിയുടെ അന്നൊക്കെ നമ്മളിത് ഈ ഒരു സുണ്ടൽ ഉണ്ടാക്കി ഭഗവാന് പ്രസാദമായിട്ടൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ചെന്നൈയിലായതുകൊണ്ട് അമ്മയും ഇത് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണിത്. ഞാനും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്തു. അപ്പം നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന അനുപേട്ടനാണ് എന്നോട് പറഞ്ഞത്, കിച്ചു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും നീ ഈ റെസിപ്പി യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഇടണമെന്ന്. അപ്പം ഞാൻ ചേട്ടാ ഇട്ടിട്ടുണ്ട് കേട്ടോ, താങ്ക് യു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് വെളുത്ത കടലയാണ്. ഞാനൊരു കപ്പ് വെളുത്ത കടല ഒരു 4 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. താളിക്കാൻ വേണ്ടത് നമുക്ക് കടുകും ഉഴുന്ന് പരിപ്പും, പിന്നെ നമുക്ക് വേണ്ട 2 സംഭവങ്ങളാണ്. അത് കറുത്തതും വെളുത്തതുമായിട്ടുള്ള എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോരോ ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകും കരിവേപ്പിലയും ശകലം തേങ്ങായുമാണ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം ഈ കടലയൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടാണ് വേവിക്കുന്നത്, എന്നാലേ അത് ശരിക്കും വെന്ത് വരത്തുള്ളൂ. പക്ഷേ അതിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഒരു 5-6 വിസിൽ വേണ്ടി വരും. എനിക്കൊരു 6 വിസിലാണ് വേണ്ടി വന്നത്. നിങ്ങളുടെയൊക്കെ കുക്കറിനനുസരിച്ചാണ്, ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാണ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ നമുക്കിത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂണിൽ കുറവ് എണ്ണ, 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറയ്ക്കണം. ഉഴുന്ന് പരിപ്പ് പെട്ടെന്നങ്ങ് വാങ്ങിപ്പോവും, പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവും. അപ്പം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. 2 എള്ളും നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് എടുത്താൽ മതി. കറുത്തതെങ്കിൽ കറുപ്പ്, വെള്ളയെങ്കിൽ വെള്ള, രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും എടുത്തു. അപ്പോൾ എള്ള് ചേർക്കുന്നതാണ് ഏറ്റവും ഈ ഒരു ഡിഷിനൊരു സ്പെഷ്യാലിറ്റി. നല്ലൊരു മണവും നല്ല ടേസ്റ്റാണ് കടലയുടെ കൂടെ ഈ എള്ളൊക്കെ കടിച്ച് തിന്നാൻ. അപ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞത് ഈ എന്താ പറയുക സിസറിട്ടൊന്ന് കട്ട് ചെയ്യുന്നത്. അപ്പം ഈ മുളകിൻ്റെ ഒരു എരിവ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല ചേർത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എള്ളൊക്കെ എല്ലായിടത്തും കടലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ചിലവർ കായപ്പൊടി ചേർക്കാറുണ്ട്, നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ എന്തോ ചേർത്തിട്ടില്ല കായപ്പൊടി. അപ്പോൾ നമ്മുടെ ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. തേങ്ങ കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങ ഞാൻ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളൂ, കാരണം 1 കപ്പ് കടലല്ലേ എടുത്തത്. കൂടുതൽ കടലയാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അത്യാവശ്യം തേങ്ങയൊക്കെ ഒന്ന് സ്മൂത്തായി കഴിയുമ്പോഴത്തേനും ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്കാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും വീട്ടിലാണെങ്കിൽ ചായയോടൊപ്പം കഴിക്കാനൊക്കെ പറ്റിയ സ്നാക്കാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ചെയ്ത് നോക്കണം കേട്ടോ. ഹെൽത്തിയാണ്. ഷവർമയും മറ്റ് പപ്സും ഒക്കെ കഴിക്കുന്നതിന് പകരം വല്ലപ്പോഴൊക്കെ ഇതും കഴിക്കണം. അപ്പം നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് കിച്ചു. ടാറ്റ, ബൈ.